തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. മക്കൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുന്നതാണ് മാതാപിതാക്കളുടെ സന്തോഷം. ദൈവപിതാവിന്റെ ഹിതവും നാം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്നാണ്. അതിനുള്ള വഴി എപ്പോഴും പ്രാർത്ഥിക്കുക എന്നതാണ്. പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവവുമായുള്ള ആത്മബന്ധത്തിലായിരിക്കുകയും ദുഃഖ കാരണങ്ങളെ അതിജീവിക്കുന്ന സ്വർഗീയ ആനന്ദത്താൽ മനസ്സു നിറയുകയും ചെയ്യും. എന്താണ് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്? അതിനുള്ള വഴിയാണ് 18-ാം വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കണം. നന്ദി പറയാതിരിക്കാൻ എപ്പോഴാണ് നമുക്ക് സാധിക്കുക? യൗസേപ്പ് പിതാവ് ഈശോയെ കാത്തുപരിപാലിച്ച് വളർത്തിയതിനുള്ള നിസ്സീമമായ നന്ദിയും കടപ്പാടും ഈശോയ്ക്കുണ്ടായിരിക്കും. അതിനാൽ തന്നെ യൗസേപ്പ് പിതാവ് വഴിയുള്ള പ്രാർത്ഥനയ്ക്കും പ്രാധാന്യമുണ്ട്. മാർ യൗസേപ്പിനോട് പ്രാർത്ഥിക്കാം.